ആ ബാഗൊക്കെ എടുത്തോണ്ട് വരണ്ടേ? വാ, ഞാനും സഹായിക്കാം. വാ. ഇതെല്ലാം നമുക്ക് എടുത്തോണ്ട് പോയി സിറ്റ് ഔട്ടിൽ എങ്ങാനും വെക്കാം, അല്ലെങ്കിൽ കാറിൽ വെക്കാം. വിജയൻ എന്തായാലും നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിടാതിരിക്കില്ല. എന്താണ്? എനിക്ക് പോണ്ടായിരുന്നു. എന്റെ കൂടെ വീടല്ലേ ഇത്? അല്ലെന്ന് ആര് പറഞ്ഞു? നീ ആഗ്രഹിക്കുന്നിടത്തോളം കാലം ഇതും നിന്റെ വീട് തന്നെയാ. ഒറ്റ ദിവസം കൊണ്ട് എല്ലാരും ഉപേക്ഷിച്ചിട്ട് ഉപേക്ഷിച്ചു പോവാണോ? അല്ലല്ലോ, നിന്നെ വേരോടെ പിഴുതോണ്ട് പോവല്ലോ ഗോവിന്ദൻകുട്ടി. നിനക്കിനി ഇവിടെ വരാം, വേണമെങ്കിൽ കുറച്ച് ദിവസം താമസിക്കാം. അപ്പോൾ നീ അനാഥയാണെന്ന് ആരും പറയില്ല. നിന്നെ ആരും വേലക്കാരുടെ സ്ഥാനത്തും കാണില്ല. കുറെ കഴിയുമ്പോ എല്ലാരും എന്നെ മറക്കും. അങ്ങനെ മറക്കുന്നവരെ വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സും കൂടി നമുക്ക് വേണം. നീ വാ, ബാഗൊക്കെ എടുത്തു വെക്കണ്ടേ? എന്താ? അച്ഛമ്മ എന്നെ മറന്നു കളയോ? ഇല്ലടി, ഞങ്ങളൊക്കെ പഴയ മനുഷ്യരല്ലേ, മൂത്തു നരച്ചവരെ. ഇനി വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല. പക്ഷേ നിന്റെ കാര്യം അങ്ങനല്ല, തീരെ ചെറുപ്പാ. നിന്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരും. അപ്പോ ഞങ്ങളെയൊക്കെ മറന്നുപോകും. അച്ഛമ്മ ഞാൻ മറക്കാനോ? ഒരിക്കലും ഇല്ല. അച്ഛമ്മ എന്നെ ആദ്യം തൊട്ടത്, മോളെ എന്ന് സ്നേഹത്തോടെ വിളിച്ചത്, എന്നെ ചേർത്ത് നിർത്തിയത്, എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചത് ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ എന്തുമാത്രം സങ്കടപ്പെട്ടിരുന്നപ്പോഴാ എനിക്ക് അതൊക്കെ കിട്ടിയത്. എനിക്ക് ആരുമില്ലെന്നോർത്ത് വിങ്ങി പൊടിഞ്ഞിരിക്കുമ്പോ കിട്ടുന്ന ഒരു തുള്ളി സ്നേഹത്തിന്റെ വില, അതൊന്നും ഒരിക്കലും അളക്കാൻ പറ്റില്ല. കോടി രൂപ തന്നാലും അതിന് പകരം വരില്ല. എന്റെ മരണം വരെ എനിക്കത് മറക്കാനും പറ്റില്ല. നിന്റെ നല്ല മനസ്സിന് ഈശ്വരൻ നല്ല പ്രതിഫലം തരും. ഇപ്പൊ തന്നെ നിന്റെ പാതി സങ്കടം തീർന്നില്ലേ? ഒരിക്കലും വരില്ലെന്ന് കരുതിയ അച്ഛനെ നിനക്ക് തിരിച്ചു കിട്ടിയില്ലേ? അതിന് ഞാൻ അച്ഛമ്മയോടാണല്ലോ കടപ്പെട്ടിരിക്കുന്നത്. അച്ഛമ്മ നിമിത്തമാണല്ലോ എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയത്. അതെന്റെ മിടുക്കൊന്നുമല്ല, നിന്റെ സമയം, നിന്റെ യോഗം, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഇനി എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ അച്ഛമ്മ. അച്ഛനൊരു കുടുംബം ഉണ്ടെന്ന് മാത്രം അറിയാം. അവിടെ നല്ലതാണോ ചീത്തയാണോ എന്നെ കാത്തിരിക്കുന്നതെന്ന് നിശ്ചയില്ല. എന്നാലും പോവാ, എന്റെ അച്ഛന്റെ കൂടെയല്ലേ. അച്ഛമ്മ എന്നെ അനുഗ്രഹിക്കണം. എന്റെ കുട്ടിക്ക് നല്ലതേ വരൂ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്.
ഇതാ എനിക്കിതൊന്നും വേണ്ട. അച്ഛമ്മ എന്നെ അനുഗ്രഹിച്ചല്ലോ, അത് മതി. അച്ഛമ്മയുടെ അനുഗ്രഹം ചെയ്തു വാങ്ങിച്ചോ. ഞാനല്ലേ തരുന്നേ, എന്റെ പേരക്കുട്ടിയല്ലേ നീ. ബാഗൊക്കെ എടുത്തോ, നമുക്ക് മുൻവശത്ത് കൊണ്ടുവയ്ക്കാം. ഇനിയൊന്നും എടുക്കാനില്ലല്ലോ? ഇല്ല. യാത്ര പറഞ്ഞില്ലേ എല്ലാരോടും? അമ്മയെ കണ്ടില്ല, ഒന്ന് നോക്കിക്കോട്ടെ. അമ്മ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടെയെല്ലാം നോക്കി. എന്തിനാടി നീ എന്നെ അന്വേഷിച്ചേ? കോഴിക്കോട് നിന്നൊരു 40-45 കിലോമീറ്റർ ഉണ്ട്. കളിയുമ്പോഴേക്കേ ഒരു സമയം അതിലേക്ക് വാ. നീ എന്റെ അടുത്ത് യാത്രയൊന്നും പറയണ്ട. ഞാൻ ആരാ നിന്റെ? ആരുമല്ല. അമ്മ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? പോകാൻ നേരത്തെങ്കിലും എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞൂടെ? ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്? ഞാനിപ്പോഴും എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെ അമ്മയെ കാണുന്നത്. ഒരു വിരോധവും ഇല്ല എനിക്ക് അമ്മയോട്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കണം. അമ്മ എന്നെ അനുഗ്രഹിച്ചയക്കണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാനോ? നിനക്ക് ഞാൻ തരാം ശാപം. എവിടെ പോയാലും നീ ഗുണം പിടിക്കില്ലടി മൂദേവി. ഒരു കാലത്ത് നീ ഗതി പിടിക്കാതെ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഇത്രയും കാലം എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചിട്ട് അവള് നല്ല വാക്ക് പറഞ്ഞ് പോവാൻ നേരത്തെ അവളെ ശപിക്കുന്നോടി. വീട് മോളെ ഗോവിന്ദൻകുട്ടി, ഒരൊറ്റ ചവിട്ടി എടുത്തോ. നീ വെറും ശവമാടി, ശവം. ഗോവിന്ദൻകുട്ടി വേണ്ട, ക്ഷമിച്ചോളാം. മാറി നിൽക്കോ ഗോവിന്ദൻകുട്ടി, നിന്നോടാ പറഞ്ഞ മാറിയിക്കാൻ.